പഞ്ചാബിൻ്റെ രണ്ടാമത്തെ തോൽവിയായിരുന്നു ഇന്നത്തെ മത്സരം. നല്ല സങ്കടമുണ്ട്, പ്രത്യേകിച്ച് GT തോറ്റത് അതൊട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല. ഒന്നോ രണ്ടോ മത്സരം തോൽക്കുമെന്നത് ഓക്കെ, അത് നമ്മളും കാൽക്കുലേറ്റ് ചെയ്ത സംഭവം തന്നെയാണ്. പക്ഷേ GT തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല, അത് ഭയങ്കര സങ്കടമുണ്ടാക്കി. പിന്നെ ഇന്നത്തെ മത്സരം സത്യം പറഞ്ഞാൽ പഞ്ചാബ് ഫാൻസിനേക്കാൾ ബാക്കിയുള്ളവർക്കായിരിക്കും പഞ്ചാബിൻ്റെ തോൽവി സങ്കടം ഉണ്ടാക്കുക. കാരണം പഞ്ചാബ് ജയിച്ചാൽ ബാക്കിയുള്ളവർക്ക് ഭയങ്കര ഗുണമായിരുന്നു, പ്ലേ ഓഫിലേക്ക് കയറാൻ നിൽക്കുന്നവർക്ക്. ഇതിപ്പോൾ അവർക്ക് കൂടി ടെൻഷനായി, അത് വേറെ കാര്യം. പിന്നെ പഞ്ചാബ് ഫാൻസിന് എന്തുകൊണ്ട് വലിയ രീതിയിൽ സങ്കടമില്ല എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. സങ്കടം വരാനുള്ള പ്രധാന കാരണം ജയിച്ചാൽ പ്ലേ ഓഫ് സിമ്പിളായിട്ട് ഉറപ്പിക്കാമായിരുന്നു, ടൈറ്റായി, അതിൻ്റെ ഒരു സങ്കടം. ഇത് സന്തോഷിക്കാൻ ഏറെയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ IPL നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പഞ്ചാബിൻ്റെ ബാറ്റിംഗ് കൊളാപ്സ് ആവുന്നത്, പ്രതിസന്ധിയിലാവുന്നത്. അത് ഇന്ന് നമ്മൾ കണ്ടു. 5 വിക്കറ്റ് 50 റൺസ് എടുക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് പോയത് ഈ സീസണിൽ പഞ്ചാബിൻ്റെ. പക്ഷേ ആ മത്സരം പോലും നമ്മൾ ഓൾ ഔട്ട് ആയില്ല, അത് വേറെ കാര്യം. ഓൾ ഔട്ട് ആവാത്ത ഒറ്റ ടീമോളും, അതൊന്നല്ല ഇവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ കൊളാപ്സ് ആയി പഞ്ചാബ് എന്താക്കും, പഞ്ചാബ് എവിടെ എത്തിച്ചേരും എന്നൊക്കെ എല്ലാവർക്കും ഒരു ചോദ്യചിഹ്നം മാതിരി ഉണ്ടായിരുന്നു. സ്റ്റോയിനിസ് പതിവ് പോലെ ഒരു ഭാഗത്ത് നിന്ന് കളിച്ചു. സൂര്യാൻഷി ഷെഡ്ജ് തനിക്ക് കിട്ടിയ രണ്ടാമത്തെ അവസരം മികച്ച രീതിയിൽ പെർഫോം ചെയ്തു. സ്റ്റോയിനിസിനെക്കാളും ബെസ്റ്റ് പെർഫോമൻസ് ഷെഡ്ജ് കാഴ്ചവെച്ചു. ടീമിനെ നെടും തൂണായി നിന്നു, ടീമിനെ മാന്യമായ സ്കോറിലേക്ക് ഷെഡ്ജ് എത്തിച്ചു. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ പഞ്ചാബ് ഫാൻസിന് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു ന്യൂസാണ്. ഷെഡ്ജ് ഫോമിലേക്ക് വന്നത്, ഷെഡ്ജ് എന്നൊരു പ്ലെയറെ നമുക്ക് കിട്ടിയത്, ഇനി ഷെഡ്ജിലും വിശ്വാസം അർപ്പിക്കാൻ നമുക്ക് പറ്റും. പിന്നെ അതിനേക്കാൾ സന്തോഷം ഉണ്ടാക്കുന്നത് എന്താണെന്ന് അറിയോ? പഞ്ചാബിന് ഏറെ തലവേദന ഞങ്ങളുടെ ബോളിംഗ് ആയിരുന്നു. അത് നിങ്ങൾക്കും അറിയാം, നിങ്ങളും പറയാറുണ്ടല്ലോ നിങ്ങൾക്ക് ബോളിംഗ് വീക്കാണെന്നുള്ളത് പഞ്ചാബിൻ്റെ. പക്ഷെ ഇന്നത്തെ പെർഫോമൻസ് എജാതി ഡിസിപ്ലിനാണ് ആ ബോളേഴ്സ് ബോളറിഞ്ഞത്. മാതിരി അടിപൊളിയായിട്ട് ബോളറിഞ്ഞത്. 163 ഉള്ളൂ, ഒരു സിമ്പിളായിട്ട് എടുക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു സിമ്പിളാക്കലും ഇല്ലേരും. മികച്ച രീതിയിൽ പെർഫോം ചെയ്തു. 163 ഡിഫെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെ കളിച്ചു. അവസാന ഓവറിൽ പൊരുതി നിന്നു പഞ്ചാബ്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, പൊരുതി തോറ്റാൽ അങ്ങ് പോട്ടെന്ന് വെക്കൂല നമ്മൾ. അത് നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കും. കാരണം പൊരുതി ജയിക്കാനാണ് പഞ്ചാബ് വന്നത്. അപ്പോൾ ഈ തോൽവി നമുക്കൊരു പാഠമാണ്, നമ്മൾ മുന്നോട്ട് വരും. പിന്നെ ടോപ്പ് ഓർഡേഴ്സ് ഫ്ലോപ്പായി കഴിഞ്ഞാലും നമുക്ക് ബാറ്റ്സ്മാൻമാരുണ്ടെന്ന് നമ്മൾ ഒരിക്കലും കൂടി കാണിച്ചു തന്നു. അതും ഒരു പുതിയ പ്ലെയർ വന്നിട്ട് അത് വലിയ സന്തോഷം ഉണ്ടാക്കി. ഇതുവരെ ഫോമിലേക്ക് ഉയരാത്ത ബൗളേഴ്സ് ഫോമുമായി, ഇത് രണ്ടും നമുക്ക് പ്ലസ് പോയിൻ്റാണ്. ഇതിൻ്റെ ഗുണം നമ്മൾ അടുത്ത മത്സരത്തിൽ കാണിച്ചു തരും. റിസൾട്ടിൽ പഞ്ചാബ് തോറ്റെങ്കിലും മുന്നോട്ടേക്കുള്ള യാത്രയിൽ ഇന്നത്തെ മത്സരം പഞ്ചാബിന് ശരിക്കും ഒരു വിജയമാണ്. പിന്നെ സ്റ്റിൽ വി ആർ ദ ടേബിൾ ടോപ്പേഴ്സ്. ഏറ്റവും കുറവ് തോറ്റതും ഏറ്റവും കൂടുതൽ ജയിച്ചതും ജയിച്ച നമ്മളല്ലേ, 6 ജയം വേറെ ആൾക്കാർക്കുണ്ട്. ഏറ്റവും കൂടുതൽ പോയിൻറ്റും നമുക്കാണ്. ഓക്കെ, നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടാകും, നിങ്ങളും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും, നമ്മൾ ഇനിയും കാണും. ഓക്കെ.